വയനാട് പുൽപ്പള്ളിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടില്ലെന്നാണ് മാരന്റെ കുടുംബം പറയുന്നത്. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരവും സ്ഥിരം ജോലിയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കളക്ടർ സ്ഥലത്തെത്തി ഇക്കാര്യം ഉറപ്പു നൽകാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് മാരന്റെ കുടുംബം തറപ്പിച്ചു പറയുകയാണ്. 25 ലക്ഷം ജോലി, എനിക്കിവിടെ ഒരു സെന്റ് ഭൂമി പോലില്ല. സ്ഥലത്തിന് വേണ്ടി വർഷങ്ങളായി അപേക്ഷ കൊടുക്കുന്നുണ്ട്, അതുമില്ല. ഇപ്പം അച്ഛനില്ല അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാ? സർക്കാർ അതിനൊരു തീരുമാനം എടുക്കണം. ഇന്നലെ ഇവിടെ വന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു 6 ലക്ഷം തരും എന്നൊക്കെ പറഞ്ഞ് ഒന്നും തന്നില്ല. പിന്നെ ഇവർ ബോഡി കൊണ്ടുപോയപ്പോൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ആ കുടുംബക്കാർ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഈ ചേട്ടായിമാരൊക്കെ പോയത് അങ്ങനെയാണ് ഇവർ കൊണ്ടുപോയത്. അവർ സ്വന്തം മോനോട് പോലും പറയേണ്ടാണ് ബോഡി കൊണ്ടുപോയത്. ഈ ചേച്ചിക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ്. അപ്പോൾ ഈ താൽക്കാലിക ജോലിയിട്ട് ചേച്ചി എന്ത് കാണിക്കും? 2 പിള്ളേരും ഉണ്ട്. അച്ഛനാരും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ആരുമില്ല, പിന്നെ ആരെയും നോക്കുന്നത്? താൽക്കാലികിട്ട് എന്ത് ചെയ്യാൻ ചേച്ചി? കളക്ടറുമായിട്ട് എന്നിട്ട് എല്ലാം പറയുന്നുള്ളൂ ഇനി ബാക്കി. അതെ, ഇനിയിപ്പോൾ ഇവരിങ്ങനെ വന്ന് വാഗ്ദാനം തന്നിട്ട് കാര്യമില്ലല്ലോ. കളക്ടർ നേരിട്ട് വരട്ടെ ഇങ്ങോട്ട്. അതേസമയം സുൽത്താൻ ബത്തേരി കട്ടയാട് നിവാസികളും പുലിപ്പേടിയിലാണ്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ പിടികൂടിയിരുന്നു. ദീപക് മോഹനാണ് നമുക്കൊപ്പം. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. പുലിപ്പേടി അത് ഒഴിയുന്നില്ല. ഒപ്പം തന്നെ നരഭോജി കടുവയെത്തി ഒരു ജീവൻ എടുത്തതിന്റെ പേടി. അപ്പോൾ ആ ആക്രമിച്ച കടുവയെ കണ്ടെത്തുന്നതിന്റെ കാര്യത്തിൽ ഒപ്പം തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുമോ എന്ന്? സുജിയ, ഈ മാരന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളും ഒപ്പം ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരമാകും എന്നാണ് പുൽപ്പള്ളിയിലുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നലെ മാരന്റെ മൃതദേഹം വണ്ടിക്കടവ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയം തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനം പ്രദേശവാസികൾ ഉന്നയിച്ചു. പിന്നീട് വനംവകുപ്പ് ജീവനക്കാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ ജനപ്രതിനിധികളും മാരന്റെ ബന്ധുക്കളും ചേർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ്, സർവകക്ഷി യോഗത്തിനൊടുവിലാണ് മൃതദേഹം അവിടെ നിന്ന് വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുവദിച്ചത്. കുടുംബം പ്രധാനമായി മുന്നോട്ട് വെച്ച കാര്യം 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. അതോടൊപ്പം ബന്ധുവായ മകനോ അല്ലെങ്കിൽ മകൾക്കോ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരമായ ആശ്രിത നിയമനം നൽകണമെന്നാണ്. എന്നാൽ 10 ലക്ഷം രൂപയും ഒപ്പം കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലികമായ നിയമനവും നൽകാമെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ ഇന്നലെ അറിയിച്ചത്.